ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടം. പ്രവീൺ കുമാർ, പത്മശ്രീ ജേതാവ് 2026. 15 മീറ്റർ അകലെ 4 മീറ്റർ ഉയരത്തിൽ 2 പോളുകളിൽ നിൽക്കുന്ന ഒരു ക്രോസ് ബാർ. വർഷങ്ങളുടെ അധ്വാനം, ഒരു മിനിറ്റ് മാത്രം, ഒരേ ഒരു അവസരം മാത്രം. ലോകം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അതൊരിക്കലും എളുപ്പമല്ല. 2003 ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ് നഗറിലാണ് പ്രവീൺ കുമാർ ജനിച്ചത്. തന്റെ സ്കൂൾ പഠനകാലത്ത് വെല്ലുവിളികളെ മറികടക്കാൻ തീരുമാനിച്ച അദ്ദേഹം വോളിബോളിന് പകരം ഹൈ ജമ്പ് തിരഞ്ഞെടുത്തു. പരിക്കു പറ്റുമോ എന്ന ഭയത്താൽ അധ്യാപകൻ അദ്ദേഹത്തെ ആദ്യം ഹൈജമ്പ് പരീക്ഷിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ 8 ദിവസത്തോളം പ്രവീൺ അനുവാദത്തിനായി പരിശ്രമിച്ചു. അധ്യാപകന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. 10 മണിക്കുള്ള മത്സരത്തിനായി പ്രവീണിന്റെ പേര് 8 മണിക്ക് ചേർത്തു. കാലിനുള്ള പരിമിതി മൂലം ഞാൻ 2-3 അടിക്കപ്പുറം കടക്കില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. പ്രവീൺ സ്വർണം നേടാൻ മതിയായ ഉയരത്തിൽ ചാടി, അതും സാധാരണ വിഭാഗത്തിൽ. ഒരു ദിവസം മാർക്കറ്റിൽ വെച്ച് ഞങ്ങളെ കണ്ട് ഒരു സന്യാസി പറഞ്ഞു, പ്രവീണിന്റേത് രാശിയുള്ള കാലുകളാണ്, അവൻ ഭാരതത്തിന് അഭിമാനമാകും. എന്റെ മകൻ എന്നതിലുപരി അവൻ ഇന്ത്യയുടെ മകനാണ്, രാജ്യത്തിന് കീർത്തി നേടിയെടുക്കാനായി ജനിച്ചവൻ. കോച്ച് ഡോക്ടർ സത്യപാൽ സിംഗിന്റെ ശിക്ഷണത്തിൽ പ്രവീണിന്റെ പ്രതിഭയ്ക്ക് വ്യക്തമായ വേഗതയും ലക്ഷ്യവും കൈവരിക്കാനായി. ഹൈജമ്പിൽ വിജയത്തിന് ശരീരശക്തിയും ഉയരവും അനിവാര്യമാണ്. പ്രവീൺ അത് രണ്ടും കുറവായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവൻ 1.80 മീറ്റർ എളുപ്പത്തിൽ പിന്നിട്ടു. അന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, അവൻ റെക്കോർഡുകൾ തകർക്കുമെന്ന്, പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന്. ഇപ്പോഴത്തെ ലക്ഷ്യം ഭാരതത്തിനായി സ്വർണം നേടുക എന്നതായിരുന്നു. എന്നിരുന്നാലും 2019 പ്രവീണിന് വെല്ലുവിളികളുടെ വർഷമായിരുന്നു. പരിക്കുകൾ അവനെ തുടർച്ചയായി അലട്ടിയപ്പോൾ കാറ്റഗറിയിലെ അപ്രതീക്ഷിത മാറ്റം അദ്ദേഹത്തിന്റെ പ്രതിഭയെ സംശയത്തിലാക്കി. പ്രവീൺ പിന്മാറിയില്ല. 1 വർഷം മുഴുവൻ കഠിനമായി പരിശ്രമിച്ചു. എന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നു, സ്വർണം നേടുന്ന രാജ്യത്തിന്റെ ദേശീയ ഗാനം മാത്രമേ അവിടെ മുഴങ്ങൂ എന്നത്. മികവുറ്റ പ്രകടനത്തോടെ പ്രവീൺ 4 ഇവന്റുകളിലും ജയം നേടി. പാരീസ് പാരാലിമ്പിക്സിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഞാൻ പുതിയതായി എത്തുന്നവരോട് പറയാണ്, ഉറച്ച മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഞാൻ കളിക്കുന്നത് മെഡലുകൾക്കായല്ല, ഭാരതത്തിനായി കളിക്കാൻ ഇഷ്ടപ്പെടുന്നതിനാലാണ്. പ്രവീൺ കുമാർ, പത്മശ്രീ 2026. കോടി നമസ്കാരം.